നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് പമ്പിംഗ് ലെമ്മയാണ്. പമ്പിംഗ് ലെമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജ് റെഗുലർ ആണെന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യണം. അതിനുശേഷം ഒരു പമ്പിംഗ് ലെങ്ത് എന്ന് പറയുന്ന ഒരു പമ്പിംഗ് ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജിനകത്ത് നിന്ന് ഒരു സ്ട്രിങ് എടുക്കുക. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പമ്പിംഗ് ലെങ്ത്തിനേക്കാളും കൂടുതലോ ഈക്വൽ ടു ആവണം, ഒരിക്കലും കുറയാൻ പാടില്ല. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത ആ സ്ട്രിങ്ങിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. യു വി ഡബ്ല്യു ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. യുവിൻ്റെയും വിയുടെയും ലെങ്ത്ത് നമ്മുടെ പമ്പിംഗ് ലെങ്ത്തിനേക്കാളും ചെറുതോ ഈക്വൽ ടു ആവണം. അതേപോലെ തന്നെ വിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, യു വി റേസ് ടു ടി ഡബ്ല്യു എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ടിക്ക് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യു വി ഡബ്ല്യു അതിൻ്റെ ഒറിജിനൽ നമ്മൾ സ്ട്രിങ്ങിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന ആ ഒരു ലാംഗ്വേജ് ഉണ്ട്, ആ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ, അത് നമ്മുടെ ലാംഗ്വേജിൽ വരണം. അങ്ങനെ നമ്മുടെ ആ ലാംഗ്വേജിൽ അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് നമ്മൾ പറയും. നമുക്കിതൊരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ ലാംഗ്വേജ് എന്ന് വെച്ച് പറയുന്നത് L = A⁻n B⁻n വേർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഫസ്റ്റിലെ നമ്മുടെ തന്നിരിക്കുന്ന ലാംഗ്വേജ് എന്താണ്? റെഗുലർ ആണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യും. റെഗുലർ ആണെന്ന് പറഞ്ഞ് എടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പമ്പിംഗ് ലെങ്ത് Pയും Wയും കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്ക് ഫസ്റ്റിലെ പമ്പിംഗ് ലെങ്ത് ഞാൻ 7 എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ W എന്ന് പറയുന്നത് A⁻7 B⁻7 എന്ന് പറയുന്നതാണ് ഞാൻ നമ്മുടെ സ്ട്രിങ് ആയിട്ട് എടുത്തിരിക്കുന്നത്. W = A⁻7 B⁻7 എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ലെങ്ത് ടോട്ടൽ 14 വരും. നമ്മുടെ പമ്പിംഗ് ലെങ്ത്തിനേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് ഒരുപാട് രീതിക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ആദ്യമേ എക്സിന് 2A കൊടുക്കാം, വൈക്ക് 4A കൊടുക്കാം, പിന്നെ ഇസഡിന് 1 Aയും ബാലൻസ് Bയും കൊടുക്കാം. പിന്നെ വൈക്ക് എല്ലാ Aയും 2 Bയും കൊടുക്കാം. എക്സിന് വരുന്ന 7 Aയും 2 Bയും കൊടുക്കാം. പിന്നെ വൈക്ക് 4 B കൊടുക്കാം. ലാസ്റ്റ് വരുന്ന B ഇസഡിന് കൊടുക്കാം. പിന്നെ വൈന് എക്സിന് എ എന്ന് പറഞ്ഞു കൊടുക്കാം. വൈക്ക് A B B എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇസഡിന് 5 B വരുന്നത് കൊടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റിലെ xy⁻i z ഈക്വൽ ടു y 2 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുക്കുവാണ്. അതായത് ഐക്ക് 2 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൈയുടെ വാല്യൂ ഇതേപോലെ വരും. അതായത് 11 Aയും 7 Bയും ആണ് വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയുടെ വാല്യൂവും ബിയുടെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സ്ട്രിങ്ങിനകത്ത് വൈക്കകത്ത് A മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എയുടെ വാല്യൂ എന്ത് വരും? 11 വരും. ബിയുടെ വാല്യൂ 7 വരും. അപ്പോൾ A ഈസ് നോട്ട് ഈക്വൽ ടു B ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പറയാം. അഥവാ നമ്മൾ വേറെ, അതായത് വൈക്കകത്ത് B വരുന്നൊരു വാല്യൂ ആണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ, അതായത് വൈയിൽ B ആണ് വരുന്നത്, A വരുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു വാല്യൂ ആണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ നമുക്ക് A7ഉം അതായത് y⁻2 വരുമ്പോഴത്തേക്ക് A7ഉം B11ഉം വരും. അപ്പോഴും A ഈസ് നോട്ട് ഈക്വൽ ടു B. അപ്പോഴും നമ്മുടെ പറയുന്നത് തന്നിരിക്കുന്ന ലാംഗ്വേജ് റെഗുലർ അല്ല. വൈക്കകത്ത് Aയും വരും Bയും വരും എന്ന് പറയുന്ന കോമ്പിനേഷനാണ് നമ്മൾ എടുത്തതെങ്കിൽ Aയിൽ 9ഉം Bയിൽ 9ഉം വരും. പക്ഷേ അതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. രണ്ടിലും ഈക്വൽ നമ്പേഴ്സ് വരും. പക്ഷേ ആ കോമ്പിനേഷൻ ആ കറക്റ്റ് പാറ്റേൺ ഫോം ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് റെഗുലർ അല്ല എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ പമ്പിംഗ് ലെമ്മയുടെ പ്രൂഫ് അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോഷർ പ്രോപ്പർട്ടീസ് ആണ് റെഗുലർ ലാംഗ്വേജിൻ്റെത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്ലോഷർ പ്രോപ്പർട്ടീസ് അണ്ടർ യൂണിയൻ. ഫസ്റ്റ് വൺ, 2 ലാംഗ്വേജ് എടുക്കുകയാണ്. 2 റെഗുലർ ലാംഗ്വേജ് എടുത്താൽ അത് തമ്മിലുള്ള യൂണിയനും ഒരു റെഗുലർ ലാംഗ്വേജ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് വൺ. ഇപ്പോൾ L1 എന്ന് പറയുന്നൊരു ലാംഗ്വേജും നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്നു. L2 എന്ന് പറയുന്നൊരു ലാംഗ്വേജും റെഗുലറായിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ L1 യൂണിയൻ L2 എന്ന് പറയുന്നതും റെഗുലർ ആയിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അടുത്തത് ക്ലോഷർ അണ്ടർ ഇൻ്റർസെക്ഷൻ. L1ഉം L2ഉം 2 റെഗുലർ ലാംഗ്വേജസ് ആണെങ്കിൽ L1 ഇൻ്റർസെക്ഷൻ L2 എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് Lഉം Mഉം 2 റെഗുലർ ലാംഗ്വേജ് ആണ്. അപ്പം L ഇൻ്റർസെക്ഷൻ M എന്ന് പറയുന്നതും റെഗുലർ ആണ്. അതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതെല്ലാം മാർക്കിനനുസരിച്ച് വേണം കൊടുക്കാൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ഷീറ്റിൽ.
അടുത്തത് ക്ലോഷർ അണ്ടർ കോംപ്ലിമെൻറ്റ്. എൽ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ എൽ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന അതിൻ്റെ കോംപ്ലിമെൻറ്റും എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. അതാണ് അടുത്ത പ്രോപ്പർട്ടി. അടുത്തത് ക്ലോഷർ അണ്ടർ ഡിഫറൻസ്. അതായത് രണ്ട് റെഗുലർ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിഫറൻസും എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. എൽ എന്ന് പറയുന്ന റെഗുലർ ലാംഗ്വേജും എം എന്ന് പറയുന്ന റെഗുലർ ലാംഗ്വേജും നമ്മൾ എടുക്കുന്നു. അപ്പോൾ എൽ മൈനസ് എം എന്ന് പറയുന്നതും ഒരു റെഗുലർ ലാംഗ്വേജ് ആയിരിക്കും. അടുത്തത് ക്ലോഷർ അണ്ടർ റിവേഴ്സ് ആണ്. അതായത് ഇപ്പം ഒരു റെഗുലർ ലാംഗ്വേജ് എടുക്കുവാണ് എൽ എന്ന് പറയുന്ന, ആ എല്ലിൻ്റെ റിവേഴ്സ് എന്ന് പറയുന്ന L⁻R എന്ന് പറയുന്നതും എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. 0 1 എന്ന് പറയുന്നത് ഒരു റെഗുലർ ലാംഗ്വേജ് ആണ്. അപ്പം 1 0 എന്ന് പറയുന്നതും എന്തായിരിക്കും? റെഗുലർ ലാംഗ്വേജ് ആയിരിക്കും. അടുത്തത് ക്ലോഷർ അണ്ടർ ക്ലോഷർ, അതായത് ക്ലോഷർ അണ്ടർ ക്ലീൻ ക്ലോഷർ. അതായത് L1 എന്ന് പറയുന്ന ഒരു റെഗുലർ ലാംഗ്വേജ് ആണെങ്കിൽ L1* എന്ന് പറയുന്നതും എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. അടുത്തത് ക്ലോഷർ അണ്ടർ കോൺകാറ്റിനേഷൻ. അതായത് ഒരു ലാംഗ്വേജ് നമ്മൾ എടുക്കുവാണ് എൽ എന്ന് പറയുന്ന, ആ ലാംഗ്വേജ് എല്ലിൻ്റെ കോൺകാറ്റിനേഷൻ എന്ന് ആ ലാംഗ്വേജ് എല്ലും മറ്റൊരു ലാംഗ്വേജ് എമ്മും, അതായത് എം എന്ന് പറയുന്ന ലാംഗ്വേജ് റെഗുലർ ആയിരിക്കും. അപ്പോൾ L1.M എന്ന് പറയുന്നതും എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. അത് കോൺകാറ്റിനേഷനകത്തും അപ്പം എന്താണ്? റെഗുലർ ലാംഗ്വേജസ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇത്രയാണ് ക്ലോഷർ പ്രോപ്പർട്ടീസ്.